നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. താൻ വർഗീയത വിളമ്പുന്നുവെന്ന സമസ്ത മുഖപത്രത്തിന്റെ വിമർശനത്തിന് പുല്ലുവിലയെ കൽപ്പിക്കുന്നുള്ളൂവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സമസ്ത അടക്കമുള്ളവർ എല്ലാവരും കൂടി BJPയെ എതിർത്തിട്ട് എന്തുണ്ടായി? ഇപ്പോഴും അവർ തന്നെ ഇന്ത്യ ഭരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ ആർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതെന്ന് വ്യക്തമാക്കുന്നുവെന്നും സർവേ നടത്താൻ ആദ്യം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആരാണ് പറഞ്ഞത്? കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും RSSനുള്ള ഒളിസേവയാണ് നടത്തുന്നതെന്നും സുപ്രഭാതം പത്രത്തിലെ മുഖപ്രസംഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക എന്ന ഗുരുദേവ വചനത്തിലാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. കാലാകാലങ്ങളിലായി അസത്യവും അധാർമികതകളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായ നേതാവിന് കൂടി ഈ വാചകം ബാധകമാണ് എന്ന് പത്രം പറയുന്നു. കേരളത്തിൽ SNDPയും UDFും അവരുടെ രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വീതം വെച്ചുവെന്ന പരാമർശത്തിനെതിരെയാണ് മുഖപ്രസംഗം. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുവെന്ന പറച്ചിലിൽ വല്ല വസ്തുതയും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി SNDP ജനറൽ സെക്രട്ടറി കൂടിയായ വെള്ളാപ്പള്ളിക്കുണ്ട് എന്നും, അല്ലാതെ സംഘപരിവാറിന്റെ നുണ ഉൽപാദക ഫാക്ടറികളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള അവാസ്തവങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ചിത്രത തകർക്കരുതെന്നും മുഖപ്രസംഗം പറയുന്നു. ജൂൺ 21 പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലൂടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ സമസ്ത അധിക്ഷേപകരമായ പരാമർശം നടത്തിയത്.